സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആധികാരികമായി പഠിപ്പിക്കുന്ന ഷാലോമിൻ്റെ പ്രത്യേകമായ ഒരു പ്രോഗ്രാമാണ് സി കാറ്റ്. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചായിരുന്നു. ഈ വിഷയം നമുക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും CBCI ദേവീശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിമന്യ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് പൈസക്കരി ദേവമാത സൺഡേ സ്കൂളിലെ മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ആരാണ് ചോദിക്കുന്നത്? സാവിയോ സാർ ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ ഒരു സംശയം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ ആദ്യം മുതൽ അവസാനം വരെ, അതായത് അന്നാപ്പെസഹ പാടുന്ന മുതൽ അവസാനത്തെ ആശീർവാദം വരെ കുർബാനയിൽ സംബന്ധിക്കണം എന്നാണല്ലോ സഭ പഠിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ഒരാൾ അത്യാവശ്യമായി ഒന്ന് പുറത്തു പോകേണ്ടി വന്നാൽ ആ കുർബാന പൂർണ്ണമാകുന്നുണ്ടോ? യെസ്, സാവിയോ സാറിൻ്റേത് വളരെ നിരുപദ്രവകരവും നിഷ്കളങ്കവുമായ ചോദ്യമാണ് അല്ലേ. പരിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ് പിന്നെ 2-3 മിനിറ്റ് അല്ലെ മാക്സിമം 5 മിനിറ്റേ ഉള്ളൂ വിശുദ്ധ കുർബാന. അത് ലത്തീൻ റീത്തിലാണെങ്കിലും ശരി, സുറിയാനി റീത്തിലാണെങ്കിലും അന്ത്യോക്യൻ റീത്തിലാണെങ്കിലും ഒക്കെ അത്രയേ ഉള്ളൂ. ആ സമയം കൂടി അവിടെ നിന്ന് കർത്താവിൻ്റെ അനുഗ്രഹം, ആശീർവാദം വാങ്ങിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഓരോ വ്യക്തികളുടെയും അനുസരിച്ചാണ്. ഇത്തരം സന്ദർഭങ്ങൾ ഒരു അടിയന്തര ആവശ്യമാണോ എന്നുള്ളത് മറ്റാർക്കും വിശദീകരിക്കത്തില്ല, അദ്ദേഹത്തിനെ വിശദീകരിക്കത്തുള്ളൂ അല്ലേ. അത്തരം സന്ദർഭങ്ങൾ ഒരു വ്യക്തി പോയാൽ അത് കുർബാന പൂർണ്ണമാകുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമാകും. കാരണം എന്താണ്? ആ വ്യക്തിയുടെ ആവശ്യം അത്ര കണ്ട് ന്യായവും യുക്തവുമാണ് എങ്കിൽ പോകാം. അല്ല എങ്കിൽ ആ വ്യക്തി വിശുദ്ധ കുർബാനയോടുള്ള ഉദാസീനതയും അനാദരവും മൂലമാണ് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ ആ വിശുദ്ധ കുർബാന അപൂർണമാണെന്ന് മാത്രമല്ല, അദ്ദേഹം പരിശുദ്ധ കുർബാനയെ അധിക്ഷേപിക്കുന്നു എന്ന മറ്റൊരു ഗുരുതരമായ തെറ്റുകൂടി ചെയ്യാൻ ഇടവരുന്നു എന്നോർക്കും. പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകിച്ചും കുർബാനയ്ക്കൊരു ഒരുക്കത്തോടെ കുർബാനയിൽ പങ്കെടുക്കാമെന്ന് പറയാറുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ കാർന്നവന്മാരൊക്കെ ആണേലും. പുതുതലമുറയിൽപ്പെട്ട ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഈ എപ്പിസോഡ് കാണുന്നുണ്ട്. എന്താണ് ഈ നല്ല ഒരുക്കത്തോടുകൂടിയുള്ള കുർബാന അർപ്പണം എന്ന്, ഉപവസിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. യെസ്, പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമായിട്ട് സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് 1 മണിക്കൂർ മുമ്പ് ഉപവസിക്കണം എന്നാണ്. വെള്ളം കുടിക്കാൻ, പക്ഷേ ഭക്ഷണം കഴിക്കാൻ പാടില്ല. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികരും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന വിശ്വാസികളും വിശുദ്ധ കുർബാന ഇപ്പോൾ 7:30 രാവിലത്തെ കുർബാനയെങ്കിൽ 7:15 മൂക്കുമുട്ട തിന്നേച്ച് കുർബാനയ്ക്ക് പോകരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. 6:30 മുമ്പേ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കേണ്ടത്, ഇപ്പം പ്രമേഹ രോഗികൾക്ക് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകേണ്ടി വരും. അവർ 6:30 മുമ്പേ കഴിച്ചേച്ച് പോവുക. രോഗികൾ, ഏതെങ്കിലും തരത്തിലുള്ള അവശത അനുഭവിക്കുന്നവർക്ക് അവർക്ക് നിയമം ബാധകമല്ല, അവർ കഴിച്ചോട്ടെ. ആരോഗ്യമുള്ളവരും 14 വയസ്സിന് മേൽ പ്രായമായ എല്ലാവർക്കും സഭ നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് എന്ത്? ഈ 1 മണിക്കൂർ ഉപവാസം. അത് പരിശുദ്ധ കുർബാനയ്ക്ക് ആവശ്യമാണ്. ഇന്ന് പലരും മറന്നു പോകുന്ന ഒരു സത്യമാണ് ഈ ഉപവാസം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഇതിനുള്ള ഒരുക്കം എന്ന് പറയുന്നത്, നാം പോകുന്നത് ഈശോമിശിഹായുടെ കുരിശിലെ ബലിയിൽ പങ്കുചേരാനാണ്. അതുകൊണ്ട് നമ്മുടെ ഇതുവരെയുള്ള കഴിഞ്ഞ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് അനുതപിക്കാനും മനസ്താപ പ്രകടനം ചൊല്ലി ദൈവത്തോട് പാപമോചനം ചോദിക്കാനുമുള്ള സന്നദ്ധത ആവശ്യമുണ്ട്.
മൂന്നാമത്തെ ഒരുക്കം എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞു, നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ സഹോദരന് നിന്നോട് വിദ്വേഷമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തുവോടെ വെച്ചിട്ട് പോയി അവനുമായി രമ്യതപ്പെട്ട് വന്ന് ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ആരോടും വഴക്കുകൂടി കലഹം ഉണ്ടാക്കി ഭിന്നത നടത്തി നമ്മൾ ബലിയർപ്പണം നടത്തരുത്. ബലിയർപ്പണം എപ്പോഴും കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ അരൂപിയിലായിരിക്കണം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ബലിയർപ്പണത്തിനുള്ള ഒരുക്കം ശരിക്കും അത് തലേന്ന് കിടക്കുമ്പോൾ തന്നെ പിറ്റേന്നത്തെ വിശുദ്ധ കുർബാനയിലെ വായനകൾ, ഇപ്പോൾ നമുക്ക് ഈ മൊബൈൽ ഫോണിലൊക്കെ നാളത്തെ കുർബാനയുടെ വായനകൾ നമുക്കറിയാം. അത് വായിച്ചു നോക്കുക, ആ വചനം വായിച്ച് ധ്യാനിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. നേരം വെളുത്ത് എഴുന്നേറ്റ് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരുക്കങ്ങൾക്കൂടെ അതുപോലെ ശാരീരികമായും കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി പോകേണ്ടത് ഒരാവശ്യമാണ്. കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് ഒറ്റ ഓട്ടം പള്ളിയിലോട്ട് പോകരുത്, മറിച്ച് എല്ലാവരും കുളിച്ച് ശുദ്ധമായി. അതൊക്കെ നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിലുള്ള സത്യമാണ്. ആരാധനയ്ക്ക്, ദേവാരാധനയ്ക്കായി പോകുമ്പോൾ എപ്പോഴും കുളിച്ച് ശുദ്ധമായി പള്ളിയിൽ പോകും. അപ്രകാരമൊക്കെയുള്ള നല്ല ഒരുക്കങ്ങൾ, ആത്മീയവും മാനസികവും ശാരീരികവുമായ ഒരുക്കങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും ഗുണകരമാണ്. നമ്മുടെയൊക്കെ വല്യപ്പന്മാരെ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ ആഴ്ചയിൽ ഒന്നേ ഷേവ് ചെയ്യുള്ളൂ. അത് ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരുക്കമായിട്ടൊരു ഷേവിങ് ഉണ്ട്. അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് അവർ. എന്താണ്? അതുപോലെ തന്നെ അവർ അലക്കി തേച്ച പള്ളിയിൽ പോകാൻ വേണ്ടിയുള്ള ഒരു മുണ്ടും ഷർട്ടും ഉണ്ട്. അത് പള്ളിയിൽ പോകാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അവർ. അപ്രകാരമുള്ള വലിയ കരുതലുകൾ ഉണ്ടായിരുന്ന ഒരു തലമുറയുടെ പിൻഗാമികളാണ് നമ്മൾ എന്നുള്ള ഓർമ്മ വേണം. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നതിൻ്റെ വസ്ത്രം, അതായത് ഈ ഊരി മുട്ടിൻ്റെ അവിടം വരെ ഊർന്നു പോകുന്ന ജീൻസും ധരിച്ച് പള്ളി വരുന്നവനുണ്ട്. ഇവൻ ഇപ്പോൾ പോകും, അവനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. മുമ്പിൽ ഇങ്ങനത്തെ ഒരുത്തൻ പാൻസ് വിട്ട് നിൽക്കുന്ന കാണുമ്പോൾ പുറകിലിരിക്കുന്നത് ഇപ്പോൾ താഴെ പോകും, ഇപ്പോൾ താഴെ പോകുമെന്ന് പേടിച്ച് നിൽക്കുന്നു. മറ്റുള്ളവർക്ക് കൂടി ഇടർച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ അതൊക്കെ ഒഴിവാക്കി മാന്യമായ വസ്ത്രം വൃത്തിയായ ധരിച്ച് പള്ളിയിൽ പോകുന്നതും വിശുദ്ധ കുർബാനയ്ക്കുള്ള ആദരം തന്നെയാണ്. അത് അതിനുള്ള ഒരുക്കം തന്നെയാണ്. താങ്ക് യു പിതാവേ. ഇനി ആരാണ് ചോദിക്കുന്നത്? സോണിയ ടീച്ചർ. പിതാവേ, എനിക്കുള്ള ഒരു സംശയം, ഒരു വിശ്വാസിക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കാം? ഓക്കെ, ഒരു വിശ്വാസിക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ വിശുദ്ധ കുർബാന സ്വീകരിക്കാം? പരിശുദ്ധ കുർബാന നമ്മുടെ ഒരു ദിവസത്തെ മുഴുവനും ആധ്യാത്മികതയുടെ അത്യുച്ച സ്ഥാനമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അപ്പോഴാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. അതേസമയം പരിശുദ്ധ കുർബാനയെ നമ്മൾ ഈ കരുണക്കൊന്ത ചൊല്ലുന്നത് പോലെയോ ജപമാല ചൊല്ലുന്നത് പോലെയോ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു പുണ്യകർമ്മമായി, ഒരു ഭക്തകർമ്മമായിട്ട് വിശുദ്ധ കുർബാനയെ മാറ്റാനും പാടില്ല. അതുകൊണ്ട് തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു ദിവസത്തിൽ ഒരു പരിശുദ്ധ കുർബാന സ്വീകരിക്കും. ഇനി പല കാരണങ്ങളാൽ വ്യത്യസ്തമായി പോകേണ്ട വിശുദ്ധ കുർബാനയിൽ പങ്കുചേരേണ്ടി വന്നു, രണ്ടാമത് ഒരു തവണ കൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുവാദമുണ്ട്. അതല്ലാതെ പ്രത്യേകം മെത്രാൻ നിർദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു തീർത്ഥാടനാലയത്തിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ഒരു പട്ടാഭിഷേക കർമ്മത്തിൽ, ജൂബിലി കുർബാനയിൽ, അതുപോലെ ഒരു മെത്രാഭിഷേക കർമ്മത്തിൽ ഒക്കെ പങ്കെടുക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ വീണ്ടും ഒരു തവണ കൂടി കുർബാന സ്വീകരിക്കാൻ അനുവാദമുണ്ട്. അല്ല എങ്കിൽ ഒരു സാധാ വിശ്വാസി ദിവസത്തിൽ ഒരു കുർബാന സ്വീകരിക്കുന്നതാണ് നല്ലത്. പ്രത്യേക സാഹചര്യങ്ങളിൽ 2 വരെയും ഒരു വിവേചനം കൂടാതെ തന്നെ എല്ലാ വിശ്വാസികൾക്കും ദിവസത്തിൽ 2 തവണ വരെയും വിശുദ്ധ കുർബാന സ്വീകരിക്കാം. അതിൽ കൂടുതലുള്ളത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പ്രത്യേക അനുവാദമുള്ള സന്ദർഭങ്ങളിൽ അത് അനുവദിച്ചിട്ടുണ്ട്. താങ്ക് യു പിതാവേ. ഇനി ആരാണ് ചോദിക്കുന്നത്? മിറാൻഡ ടീച്ചർ. ടീച്ചർ ചോദിച്ചോളൂ. പിതാവ് നേരത്തെ പറയുകയുണ്ടായി, ഒരു വ്യക്തി വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം
അദ്ദേഹത്തെ നമ്മളൊരു സക്രാരിയായിട്ടാണ് കാണുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മൾ പള്ളികളിൽ വളരെ മനോഹരമായിട്ട് സക്രാരി അലങ്കരിച്ചിട്ടും വെച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ പള്ളിയിലും വ്യത്യസ്ത സ്ഥാനത്താണ് സക്രാരി ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതിലെന്തെങ്കിലും? യെസ്, സക്രാരി എന്ന് പറയുന്നത് ആ സഭയിൽ സാവകാശം രൂപം കൊണ്ടുവന്ന ഒരു യാഥാർത്ഥ്യമാണ്. സക്രാരി, സീക്രട്ട് എന്നുള്ള ആ പദത്തിൽ നിന്നാണ് ഈ പദം രൂപം കൊണ്ട് വിശുദ്ധമായത്. പരിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നതിന് അതിനേക്കാളും നല്ല ഒരു പേരില്ല, പരിശുദ്ധ സ്ഥലം എന്നുള്ള അർത്ഥം. ഈ സക്രാരികൾ രൂപം കൊണ്ട് ആദിമസഭയിലെ നിങ്ങൾക്കറിയാം, ഇങ്ങനെ പള്ളി ഒന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ സൗകര്യപ്രദമായൊരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി വെച്ചിട്ട് അവർ കുർബാന അർപ്പിക്കും. എന്നിട്ട് അതെല്ലാം ഭക്ഷിച്ച് അവിടെ ഒരു യാതൊരു അടയാളവും അവശേഷിപ്പിക്കാതെ വേഗം ഓടി രക്ഷപ്പെടും. ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് കുർബാന സൂക്ഷിച്ചു വയ്ക്കുക എന്നൊക്കെയുള്ള അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നീട് സഭയ്ക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയപ്പോഴാണ് പള്ളികൾ സ്ഥിരമായ സംവിധാനങ്ങളായി രൂപം കൊണ്ടത്. അപ്പോഴും ഈ സക്രാരി ഒന്നും പള്ളികളിൽ ഇല്ലായിരുന്നു. പിന്നീട് രോഗികൾക്ക് ഈ പറഞ്ഞതുപോലെ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ്, രോഗികൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു. അതിനെയാണ് വിയാത്തിക്കും വഴി യാത്രാഭക്ഷണം, സ്വർഗത്തിലേക്കുള്ളവരുടെ യാത്ര തുടങ്ങുകയാണ് മരണസമയത്ത്. ആ സമയത്ത് യാത്രാഭക്ഷണം പോലെ പരിശുദ്ധ കുർബാന കൊടുക്കുക എന്നുള്ള ഒരു പതിവ് സഭയിൽ രൂപം കൊണ്ടപ്പോൾ, ഒരാൾ മരിക്കാൻ തുടങ്ങുന്നത് ഒരു ദിവസത്തിൻ്റെ ഏതെങ്കിലും സമയത്താകാം അല്ലേ, അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, ആ വ്യക്തികൾ കൊടുക്കാൻ വേണ്ടി ഏതാനും വിശുദ്ധ കുർബാനകൾ സൂക്ഷിക്കുന്ന പതിവ് സഭയിലുണ്ട്. അത് സാധാരണഗതിയിൽ പൗരസ്ത്യ റീത്തുകളിലാണ് ഇത് ആരംഭിച്ചത്. പൗരസ്ത്യ റീത്തുകളിൽ അത് ബലിപീഠത്തിൻ്റെ വലത്തെ അരികിൽ ഒരു പ്രത്യേക പീഠം ഉണ്ടാക്കി അവിടെ സൂക്ഷിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. പാശ്ചാത്യ സഭ ഈ ഒരു ശൈലി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ബലിപീഠത്തിന് നേരെ പിന്നിലായി മെയിൻ അൾത്താരയുടെ പുറകിലെ ഭിത്തിയിൽ നടുഭാഗത്ത് ഇത് സൂക്ഷിക്കുന്ന പതിവ് വന്നു. പാശ്ചാത്യ പൗരസ്ത്യ ആരാധനാ ക്രമങ്ങളിലെ വ്യത്യാസമാണ് ഇന്ന് പല പള്ളികളിലും ഇതിലെ വ്യത്യാസം കാണുക. പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള സക്രാരി എന്ന് പറയുന്നത് ഇന്ന് രോഗികൾക്ക് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, പരിശുദ്ധ കുർബാന സ്ഥിരമായി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായി സക്രാരി മാറി. രോഗികൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു വിശുദ്ധ കുർബാനയിൽ വെളിവില്ലാത്ത കപ്പ്യാർ ഒരുപാട് കുർബാന എടുത്തു വെച്ച് കാണും. അത് കൂദാശ ചെയ്തു, അത് മുഴുവനും സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സാധാരണഗതി ഐഡിയലായ വിശുദ്ധ കുർബാന അർപ്പണ രീതി എന്ന് പറഞ്ഞാൽ, ഒരു വിശുദ്ധ കുർബാനയിൽ ആവശ്യമായ അത്രയും തിരുവോസ്തികൾ അതേ കുർബാനയിൽ തന്നെ കൂദാശ ചെയ്ത് വിശ്വാസികൾക്ക് പങ്കുവയ്ക്കുന്നതാണ് ഏറ്റവും ശരിയായ വിശുദ്ധ കുർബാന അർപ്പണം. ഇനി അത് നിർണ്ണയിക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മുടെ ആളുകൾ വരുന്ന സമയത്തെക്കുറിച്ച് ഒരു പിടിയില്ലാത്തത് കൊണ്ടും ആളുകൾ ഈ കുർബാനയുടെ എണ്ണം, അതിനെ വിശുദ്ധ കുർബാന തിരുവോസ്തികളുടെ എണ്ണം നമുക്ക് നിജപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും കുറേ കുർബാന നമ്മൾ സക്രാരിയിൽ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയാണല്ലോ, അതുകൊണ്ട് പള്ളിയുടെ ഏറ്റവും ദൃശ്യവുമായ പ്രധാന സ്ഥലത്ത് അത് വേണം എന്ന് ചിന്തിക്കുന്ന ശൈലിയാണ് പാശ്ചാത്യ സഭ എപ്പോഴും അനുവർത്തിക്കുന്നത്. പൗരസ്ത്യ സഭകളിൽ പള്ളിയെ പള്ളിയാക്കുന്നത് സക്രാരിയല്ല, ബലിപീഠമാണ്. ബലിപീഠമാണ് പൗരസ്ത്യ സഭകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ ത്രിത്വം വസിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ബലിപീഠത്തിൻ്റെ വലത്തെ അരികിൽ പുത്രൻ തമ്പുരാൻ ആണ് സന്നിഹിതനായിരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ സുവിശേഷ ഗ്രന്ഥം ബലിപീഠത്തിൽ വയ്ക്കുന്നത് വലത്തെ അറ്റത്താണ്. വലത്തുനിന്ന് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പം അത് ഇടത്തെ അറ്റത്തായിരിക്കും. ബലിപീഠം ജനാഭിമുഖമായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ വലത്തെ അറ്റത്ത് സുവിശേഷം, ആ അരികിൽ തന്നെ ഒരു പീഠത്തിൽ പരിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പതിവാണ്
പൗരസ്ത്യ സഭകൾ പരമ്പരാഗതമായി അനുവർത്തിച്ചു വന്നത്. പക്ഷേ ഇപ്പോൾ പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും പരമപ്രധാനം. കാരണം ഈശോ സത്യമായും വ്യക്തിപരമായും സന്നിഹിതമായതിനാൽ പരിശുദ്ധ കുർബാന ലത്തീൻ സഭയിൽ എന്നതുപോലെ പൗരസ്ത്യ സഭകളും പള്ളിയുടെ ഏറ്റവും പ്രധാന ഭിത്തിയിൽ നടുഭാഗത്ത് സൂക്ഷിക്കുന്ന ഒരു പതിവാണ് പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ അനുവർത്തിച്ചു പോരുന്നത് ഇപ്പോൾ. എന്നാൽ ചില പൗരസ്ത്യ ദേവാലയങ്ങൾ ഇപ്പോഴും പരമ്പരാഗത രീതിയിൽ പ്രത്യേകമായ പീഠത്തിൽ ഇത് സൂക്ഷിക്കുന്ന, ബലിപീഠത്തിൻ്റെ വലതുഭാഗത്ത് സൂക്ഷിക്കുന്ന പതിവ് തുടരുന്നുണ്ട്. അത് തികച്ചും ന്യായവും യുക്തവുമാണ്. താങ്ക് യു പിതാവേ. ഇനി ആരാണ്? ജാൻസി ടീച്ചർ. ജാൻസി ടീച്ചർ ചോദിക്കൂ. പിതാവേ, എനിക്കൊരു സംശയമുള്ളത്, എന്തെങ്കിലും അസൗകര്യം കൊണ്ട് ഞായറാഴ്ച കുർബാന മുടങ്ങുകയും പിറ്റേ ദിവസം ആ നിയോഗം വെച്ച് കുർബാനയെ സംബന്ധിക്കുകയും ചെയ്താൽ ആ ഞായറാഴ്ച കടത്തിൻ്റെ ഫലം കിട്ടുമോ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പിതാവ് നേരത്തെ പറഞ്ഞു, കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാന സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ഫലം ഒന്ന് ഫലം വല്ലതും കിട്ടുമോ എന്നുള്ളത്. യെസ്, ടീച്ചറിൻ്റെ 2 ചോദ്യങ്ങളും വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം ഞായറാഴ്ച കുർബാന. ഞായറാഴ്ച കുർബാനയ്ക്ക് പകരം ഇടദിവസത്തെ ഒരു കുർബാന കണ്ട് കാഴ്ചവെച്ചാൽ പോരെ? അതായത് അങ്ങനെ പൊതുവായ അനുവാദം കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ പാശ്ചാത്യ നാടുകളിലാണെങ്കിൽ ശനിയാഴ്ച വൈകിട്ടത്തെ കുർബാനയെ ഞായറാഴ്ച കുർബാനയ്ക്ക് തുല്യമായി അംഗീകരിച്ച പതിവാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം തന്നെയുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ അത് അനുവദനീയമാണ്. ഇനി ഗൾഫ് നാടുകളിൽ ഞായറാഴ്ച അവർക്ക് പ്രവൃത്തി ദിവസമായതിനാൽ വെള്ളിയാഴ്ചകളിലാണ് അവിടെ വിശുദ്ധ കുർബാന, ഞായറാഴ്ചയുടെ കടവുള്ള കുർബാന അർപ്പിക്കപ്പെടുന്നത് വെള്ളിയാഴ്ചകളിലാണ്. അവിടെ ഞായറാഴ്ചയുടെ വായനകളും ആ പ്രാർത്ഥനകളും എല്ലാമാണ് വെള്ളിയാഴ്ച ചൊല്ലുന്നത്. അത്തരം സന്ദർഭങ്ങളിലും അത് അനുവദനീയമാണ്. കാരണം അത് ഒരു പൊതു ആവശ്യത്തെ പ്രതി അവിടുത്തെ മെത്രാൻ സമിതി എടുത്തിരിക്കുന്ന തീരുമാനമാണ്. മറ്റ് സന്ദർഭങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയില്ല, പകരം നമ്മൾ പോയി ഒരു ബുധനാഴ്ച കുർബാന കണ്ട് കാഴ്ചവെച്ചു. അങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നത് പാപമൊന്നുമില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞായറാഴ്ച കടത്തിന് പകരം അതാകുമോ എന്ന് ചോദിച്ചാൽ അത് രോഗത്തിന് നമ്മൾ തന്നെ മരുന്നെഴുതുന്നതിന് തുല്യമാകും. മറിച്ച് അത് ചെയ്യേണ്ടത് ആരാണ്? നമ്മൾക്കൊരു തെറ്റ് പറ്റി ഞായറാഴ്ച കുർബാന മുടക്കാൻ ഇടവന്നൊരു സാഹചര്യമുണ്ട് എങ്കിൽ അത് കുമ്പസാരക്കൂട്ടിൽ ചെന്ന് വൈദികനോട് ഏറ്റു പറയുക, പകരം നമ്മൾ ഇന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പറയുക. അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലെ വൈദികൻ തന്നെ പറയും, ഇന്ന് ഇടദിവസം നീ കാണുന്ന കുർബാന അതിന് പകരമായിട്ട് കാഴ്ചവെക്കും. അപ്രകാരം ഈ കുർബാന കടത്തെ ഇളച്ചു തരാനുള്ള അധികാരം തിരുസഭയിൽ കുമ്പസാരം എന്ന കൂദാശയിലാണ് ദൈവം വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വൈദികരോ കുമ്പസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തപ്പോൾ നിങ്ങൾ അനുതപിച്ച് അത് പോയി കണ്ടു കാഴ്ചവെക്കുക. പക്ഷേ ഏറ്റവും അടുത്ത കുമ്പസാര അവസരത്തിലെങ്കിലും ഇപ്രകാരം നമ്മൾ ചെയ്ത കാര്യം കുമ്പസാരത്തിൽ ഏറ്റുപറയണം. ഏറ്റവും മാതൃകാപരമായത് ആ കുർബാന കടം ഉണ്ടെങ്കിൽ അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് അതിന് ഇപ്രകാരം വൈദികൻ കൽപ്പിക്കുന്ന ഒരു ഇളവ് എന്ന രീതിയിൽ അത് അനുഭവിക്കുന്നതാണ് ഏറ്റവും മാതൃകാപരമായ ശൈലി. രണ്ടാമത് ഒരു ചോദ്യം അതിനകത്തുണ്ടായിരുന്നു. എന്നും പള്ളിയിൽ പോകുന്ന ഒരാള്. ഓക്കെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. എന്നും പള്ളിയിൽ പോകുന്നയാള് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല, പതിവായി സ്വീകരിക്കുന്നില്ല. ഇല്ല. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വീകരിക്കാത്തത് എന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നുള്ള മനോഭാവത്തോടെയാണ് അദ്ദേഹം സ്വീകരിക്കാത്തത് എങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ്. ചില മനുഷ്യർ, എൻ്റെ ദൈവമേ, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ഞാൻ അയോഗ്യനാണ്,
അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞ് അതിഭക്തി കൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്ന മനുഷ്യരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരെ നമുക്ക് ഒറ്റയടിക്ക് കുറ്റം വിധിക്കാൻ പറ്റിയല്ല. സ്ഥിരമായി പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഒരു വ്യക്തി നിൽക്കുന്നു എങ്കിൽ അദ്ദേഹത്തെ അതിനെ ബോധവൽക്കരിക്കേണ്ടതാണ്. പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണ് വിശുദ്ധ കുർബാന പൂർണ്ണമാകുന്നത് എന്ന്. കല്യാണത്തിന് പോയി സദ്യ ഉണ്ണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോന്നു. അവൻ്റെ സദ്യ എനിക്ക് വേണ്ട, വിളിച്ചതുകൊണ്ട് ഞാനൊന്ന് പോയി, അവൻ്റെ സദ്യ എനിക്ക് വേണ്ട എന്നും പറഞ്ഞൊരുത്തം പോന്നാൽ നമുക്കറിയാം അത് ഒരുതരം കൊതിക്കറിവാണ് അല്ലേ. അപ്രകാരമുള്ള മനോഭാവങ്ങളാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുക. അതുകൊണ്ട് എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ള കൃപ കിട്ടിയ ഒരു മനുഷ്യന് ശരിക്കും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള കൃപയും കൂടി കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുക. ആരെങ്കിലും അറിവില്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ അവരെ നിങ്ങൾ ബോധവൽക്കരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ യഥാർത്ഥ മഹത്വം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പിതാവേ, നമ്മുടെ ഇന്നത്തെ സമയം ഏറെക്കുറെ പൂർണ്ണമായി. ഇനി ഒട്ടേറെ സംശയങ്ങൾ ഇവരുടെ ഉള്ളിൽ ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്ക് പിതാവ് ഉത്തരം നൽകുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡിൽ നമ്മുടെ തുടർ സംശയങ്ങളുമായി നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.